കഴിഞ്ഞ ആഴ്ചയാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ആദിവാസി യുവാവായ ഗോകുലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നാലെ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടുകാരും ബന്ധുക്കളും രംഗത്തു വന്നിരുന്നു. ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ. ആദിവാസികൾക്കെതിരായ അക്രമവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ നെല്ലാറച്ചാൽ സ്വദേശിയായ ഗോകുലിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ആരോപണം. കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ആദിവാസി യുവാവ് ഗോകുലിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ച. മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ആദിവാസികൾക്കെതിരായ അക്രമ വിരുദ്ധ സമിതി. സംഭവത്തിൽ മറ്റേതെങ്കിലും ഏജൻസി അന്വേഷണം നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഗോകുലിന്റെ മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് പരാതി. മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ലെന്നും മറ്റേതെങ്കിലും ഏജൻസി അന്വേഷണം നടത്തണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും ആദിവാസികൾക്കെതിരായ അക്രമവിരുദ്ധ സമിതി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റിലേക്കുള്ള മാർച്ച്. ഇവിടുന്ന് പോയ ന്യൂസ് എന്ന് പറയുന്നത് ഗോകുലിൻ്റെ കൂട്ടുകാരിയുടെ പേരിൻ്റെ അക്ഷരങ്ങൾ കയ്യിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരെ മറിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പം അത് അവൻ പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായിട്ടാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ അമ്മയ്ക്കും കുടുംബക്കാർക്കും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. അവൻ ഇതുവരെ ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടില്ല. അപ്പം ഈ പറയുന്ന കൊലപാതകം കസ്റ്റഡി കൊലപാതകമാണ്. പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിലെ ഷവറിൽ തൂങ്ങിയ നിലയിലാണ് ഗോകുലിനെ കണ്ടത്. കാണാനില്ലെന്ന പരാതിയിൽ പെൺ സുഹൃത്തിനൊപ്പം ഗോകുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത് കോഴിക്കോട് നിന്നാണ്. തുടർന്ന് കൽപ്പറ്റ സ്റ്റേഷനിലെത്തിച്ചു. പെൺകുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലാക്കി. ഗോകുലിനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തി. രാവിലെ രേഖകളുമായി ഹാജരാകാൻ പോലീസ് ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിലാണ് ശുചിമുറിയിൽ പോയ ഗോകുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ ഗോകുലിന്റെ കസ്റ്റഡി മരണമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം മെയിനായിട്ട് CBI അന്വേഷണം നടത്തുക, കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തുക, അവർക്ക് മതിയായ സാമ്പത്തിക സഹായം സർക്കാർ നൽകണം. അതോടൊപ്പം തന്നെ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് കേസ് അന്വേഷണം നടത്തുകയും മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. ഗോകുലിനെ മർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. മാനസിക പീഡനം ഉണ്ടായോ എന്നതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയിരുന്നു. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ഗോകുലിന്റെ മരണത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ഇതേ തുടർന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകുകയും ചെയ്തു. എന്നാൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഗോകുലിന്റെ മരണത്തിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഗോകുലിന്റെ മരണം പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല എന്നാണ് ആദിവാസികൾക്കെതിരായ അക്രമവിരുദ്ധ സമിതി പറയുന്നത്. നോക്കാം ചില പ്രതികരണങ്ങൾ. വയസ്സ് പൂർത്തിയാവാത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു സാഹചര്യം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെ മൂടി വെക്കണമെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവനായും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാവണം. അല്ലാതെ ഇത്തരം ഒരു കൊലപാതകം മൂടിവെക്കാൻ സാധ്യമല്ല. ഗോകുലിൻ്റെ കസ്റ്റഡി മരണം CBI അന്വേഷിക്കണം. ഗോകുലിൻ്റെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നീക്കം ചെയ്യാനുള്ള നടപടിയും അതുപോലെ തന്നെ CBI അന്വേഷണവും അടിയന്തരമായി ഉണ്ടാവേണ്ട വിഷയമാണ്. ഗോകുലിൻ്റെ മരണത്തിന് അന്യായമായ കസ്റ്റഡിയായിരുന്നു. ആ കസ്റ്റഡിയിൽ അതിന് മുൻപ് ഒരു FIR ഇല്ലായിരുന്നു. FIR ഇല്ലാതെ ഒരു ദിവസം മുഴുവൻ ഒരാളിനെ കസ്റ്റഡിയിൽ വെക്കുകയും ആ കസ്റ്റഡിയിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ട് അതിന് പേരിൽ 1-2 പേരെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് നാമമാത്രമായ ഒരു അന്വേഷണം നടത്തുന്നതിനെതിരെയാണ് സമരം നടക്കുന്നത്. ബോധപൂർവമായ നരഹത്യയുണ്ട്, ബോധപൂർവമല്ലാത്ത നരഹത്യയുണ്ട്. പക്ഷേ ഇതൊരു നരഹത്യയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൻ്റെ അകത്ത് കൊലക്കുറ്റം അട്രാക്റ്റ് ചെയ്യും, അത് ചുമത്തണം.